ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ബൂട്ട്സ്ട്രാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, അത് വെബ് ഡിസൈനിങ് ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെബ് ഡിസൈനിങ്ങിലോട്ട് കിടക്കുകയാണ്. പുതിയൊരു ഏരിയയിലോട്ട് നമ്മൾ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത്, നമുക്ക് ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാവും. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ്ങിനാണ് ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബൂട്ട്സ്ട്രാപ്പ് മെയിൻലി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനാണ്. എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ള കാരണം പറഞ്ഞുതരാം. മെയിനായിട്ട് അത് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി ഫ്രീ ആയിട്ട് ഒരുപാട് കമ്പോണൻസ് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്കറിയാം, ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു വെബ്സൈറ്റിന് ഒരു നാവ് ബാർ ഉണ്ട്, ഒരു ഹെഡർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫൂട്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാക്കുന്നതാണ് ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. മറ്റേത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ HTML നിങ്ങൾ ഓരോ ഡിവ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫൂട്ടർ, ഹെഡർ, നേവ് ബാർ എല്ലാം നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം അതിനനുസരിച്ചുള്ള സ്റ്റൈലിങ് നിങ്ങൾ ചെയ്യണം. CSS ഫയൽ, അതായത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റിൽ നിങ്ങൾ കണക്ട് ചെയ്തതിന് ശേഷം അതായിട്ട് നിങ്ങൾ പുതിയ പുതിയ സ്റ്റൈലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് മാറ്റിയെടുക്കണം. ഇതിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രീ ബിൽഡ് ആയിട്ടുള്ള കമ്പോണൻസ് കിട്ടും. അപ്പോൾ നേവ് ബാറിന് ഒരു പ്രീ ബിൽഡ് കമ്പോണൻറ്റ് കിട്ടും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇതിൻ്റെ പുറത്തൂടെ തന്നെ നമുക്ക് ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ബൂട്ട്സ്ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ കൊടുക്കുക. ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു പുതിയൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ ഞാനിപ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് വല്ലതും കൊടുക്കാം. ഫസ്റ്റ് വെബ് ഡിസൈനിങ് പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വെബ് ഡിസൈനിങ് പ്രോജക്റ്റ് എന്നുള്ള ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആക്കുക. അതിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു ബാറിലോട്ട് പോവുക. അവിടെ പോയിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യുക. CMD എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി വരും. എന്നിട്ട് അവിടെ നമ്മൾ കോഡ് സ്പേസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റർ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ആ ഒരു ഫോൾഡറിലായിട്ട് ഓപ്പൺ ആയി വരും. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിൽ അവിടെ yes I trust the authors എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ. അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഒരു ന്യൂ ഫയൽ കൊടുക്കുക. ഓക്കെ, ന്യൂ ഫയൽ കൊടുക്കുക. ആ ഫയലിനൊരു പേര് കൊടുക്കുക. ബേസിക്കലി നമ്മൾ ഏതൊരു വെബ് ഡിസൈനിങ് ചെയ്യുമ്പോഴും അതിനൊരു ഹോം പേജ് ഉണ്ട്. ആ ഒരു ഹോം പേജിനെ നമ്മൾ home.html എന്ന് പറയാറില്ല, index.html എന്ന് മാത്രമേ പറയാറുള്ളൂ. അത് എന്തുകൊണ്ടാണ് index.html എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, index.html എന്ന് അടിച്ചാൽ മാത്രമേ, ആ ഒരു പേരിൽ നമ്മൾ കൊടുത്താൽ മാത്രമേ ഫസ്റ്റ് ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത്, ഇപ്പോൾ about us പേജ് ഉണ്ടെന്ന് വിചാരിച്ചോ, about us.html അല്ലെന്നുണ്ടെങ്കിൽ contactus.html അങ്ങനെ ഒരുപാട് പേജുകൾ കാണാം ഒരു സെയിം ഫോൾഡറിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ ഒരു വെബ്സൈറ്റ് തുറക്കുമ്പോഴത്തേക്കും ഏത് ഫയലാണ് ആദ്യം തുറന്നു വരേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൊമൈൻ അടിക്കുമ്പോഴത്തേക്കും ഏത് ഫയലാണ് ആദ്യം തുറന്നു വരേണ്ടതെന്ന് കാണിക്കുന്നതാണ് ഈ ഒരു index.html എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ index.html എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ആയി വന്നു. അപ്പോൾ നമ്മളിവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ ഇവിടെ ക്വിക്ക് സ്റ്റാർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് CSS JS ഫയലെല്ലാം നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബേസിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടർ ടെംപ്ലേറ്റ് ആണ്. ഈ സ്റ്റാർട്ടർ ടെംപ്ലേറ്റിൽ എന്ത് ചെയ്യേണ്ടത്, ജസ്റ്റ് കോപ്പി ചെയ്യുക, ഇവിടെ ഇത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ബൂട്ട്സ്ട്രാപ്പ് പ്രോജക്റ്റ് ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതാണ് ഇതിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനായിട്ട് ഇവിടെ ഈ ഒരു എക്സ്റ്റൻഷനിൽ കൊടുക്കുക, ലൈവ് സെർവർ എന്നുള്ള ഒരു
ടൈപ്പ് ചെയ്ത് നോക്കുക. ലൈവ് സെർവർ യൂസ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു ലൈവ് സെർവർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് നിങ്ങൾ ആ ഒരു ഇതിൽ ഫയൽ വരിക. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹലോ വേൾഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രാവശ്യം നിങ്ങൾ ജസ്റ്റ് സാധാരണ ഒരു ഫോൾഡറിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹലോ വേൾഡ് എന്ന് വരും. അടുത്ത പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഫയലിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ ജസ്റ്റ് വീണ്ടും ഈ ഒരു ഫയലിനെ നമ്മൾ കോൾ ചെയ്ത് വീണ്ടും എൻ്റർ ചെയ്ത് റീഫ്രഷ് ചെയ്തിരിക്കേണ്ടി വരും. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി, അതായത് ഈ ഒരു പോർട്ട് നമ്പർ ഉണ്ട്, ഈ പോർട്ട് നമ്പർ വഴി എന്തൊക്കെ ചേഞ്ച് ഈ ഒരു ഫയലിൽ വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലക്റ്റ് ചെയ്തോളൂ. നിങ്ങളിവിടെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ റീഫ്രഷ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഹലോ വേൾഡ് എന്നുണ്ട്, ഹലോ വേൾഡ് നമ്മൾ മാറ്റി ഹലോ ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തെന്ന് വെച്ചോ, എൻ്റെ Ctrl+S സേവ് അടിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവിടെയും ചേഞ്ച് ആവുന്നതായിരിക്കും. ഓക്കെ ഇത് ടൈറ്റിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ടൈറ്റിൽ ചേഞ്ച് ആയ കാണാം ഹലോ ഓൾ. അതുപോലെ തന്നെ നമുക്ക് ആ ബോഡിയിലും ചേഞ്ച് ചെയ്ത് നോക്കാം, ഹലോ ഓൾ. ഓക്കെ, എന്നിട്ട് ഇവിടെ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹലോ ഓൾ കാണാം. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് ബേസിക് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേവ്ബാർ ചെയ്യാം, ഫൂട്ടർ ചെയ്യാം, ഹെഡർ ചെയ്യാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കമ്പോണൻസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും ഇതിൻ്റെ അകത്തു നിന്ന് എടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക്കലി പ്രീ ബിൽഡ് ആയിട്ട്. സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വേണമെന്നുണ്ടെങ്കിൽ, അതായത് അക്കോർഡിയൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് ഈ ഒരു കോഡ് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് റോസ് ആൻഡ് കോളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റോസ് ആൻഡ് കോളം ബേസ്ഡ് ആയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റോസ് ആൻഡ് കോളംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതാണ് ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിനകത്ത് ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ടോട്ടൽ എന്ന് പറയുന്നത് 12 ആണ്. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണോ ഡിവൈഡ് ചെയ്യുക ഈ ഒരു കോളം ആയിട്ട്. ഓക്കെ, ഫുൾ റോ. ഓക്കെ, ഇതാണ് ഫുൾ വെബ്സൈറ്റിൻ്റെ ആ ഒരു സ്ക്രീൻ എന്ന് വിചാരിച്ചോ. ഈ ഒരു റോ ഇപ്പം നമ്മളെടുത്ത് ഇത് ഫസ്റ്റ് റോ എടുത്ത് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 3 റോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു റോ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാവ്ബാർ ക്രിയേറ്റ് ചെയ്യാം മൊത്തത്തിൽ. അപ്പോൾ അത് നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യും, അത് ഓരോരുത്തർക്കും ഓരോന്നായിട്ട്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് റോയും കോളവും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു H1 ടാഗ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയിട്ട് വെബ്സൈറ്റിന് നമുക്കൊരു പേര് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഫ്രം സ്ക്രാച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫുൾ വെബ്സൈറ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. ഡിസൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഫ്രം ലൈക്ക് നമുക്ക് അതിൻ്റെ എന്താ പറയുക ഡിസൈൻ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. പിന്നെ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സ്റ്റൈലിംഗ് എങ്ങനെ നമ്മൾ അതിൻ്റെ ഓവർ റൈറ്റ് ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു പേരിടാം. മൈ ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് വല്ലതും പേരിടാം. ഫസ്റ്റ് വെബ്സൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആക്കാം. ഓക്കെ, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആക്കാം. പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ തന്നെ ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് പോർട്ട്ഫോളിയോ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ കോഡിങ് റിലേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് എപ്പോഴും ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആവശ്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പ്രോജക്റ്റും ആയിക്കോട്ടെ, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവിടെ ടൈറ്റിലുണ്ട്. ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് അതാണ്ട് ഇവിടെ കാണുന്ന സംഭവത്തിനാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. ടൈറ്റിൽ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ടൈറ്റിൽ നമുക്ക് എൻ്റെ പേര് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു.
ഇനി നമുക്കിവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് കളയാം. ഈ കമാൻഡ്സ് എല്ലാം എടുത്ത് കളയാം. കമാൻഡ്സ് ബേസിക്കലി ഒരു ആംഗിൾ ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം എക്സ്ക്ലമേറ്ററി മാർക്ക് പിന്നെ 2 മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻ്റ് എഴുതാം. ഓക്കെ, ഇതൊക്കെ കമൻ്റാണ്. അപ്പോൾ ഇതൊക്കെ കമൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യാം. നമുക്കിതൊന്നും ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല. നമുക്ക് ഓരോന്നിൻ്റെ ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇത്രയാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു നെയിം ബാർ ആണ്. പിന്നെ നമുക്ക് കുറേ കാര്യം കണ്ടന്റ് വേണം, പിന്നെ ഫൂട്ടർ വേണം, പലതും വേണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിവ് ടാഗ് ഓർക്കുക. ഓക്കെ, ഡിവ് ക്ലാസിൻ്റെ അകത്തെ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലാസ് കണ്ടെയ്നർ, ഏത് വെബ്സൈറ്റ് ആയിക്കോട്ടെ ഇതേ സെയിം പ്രൊസീജിയറാണ്. കണ്ടെയ്നർ, ഓക്കെ, കണ്ടെയ്നർ. അതിനുശേഷം നമ്മളിത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഈ കണ്ടെയ്നറിൻ്റെ അകത്താണ് നമ്മൾ, അതായത് ടോട്ടൽ, അതായത് ഒരു വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് മൊത്തത്തിൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ അകത്താണ്. ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് ഒരു റോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഡിവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടെയ്നറിൻ്റെ അകത്ത് റോ ക്രിയേറ്റ് ചെയ്യണം. റോയിൻ്റെ അകത്ത് നമുക്ക് കോളംസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഡിവ് ക്ലാസ് റോ, അതിനുശേഷം ആ റോ നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റോയിൻ്റെ അകത്ത് നമുക്ക് കോളംസ്, പല പല കോളംസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇതിൻ്റെ ബേസിക് ഇൻട്രഡക്ഷൻ, അതായത് ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. എന്താണ് കണ്ടെയ്നർ റോ, പിന്നെ കോളംസ്, ഇതെല്ലാം എന്താണെന്നാണ് ബേസിക്കായിട്ട് അറിയേണ്ടത്. ഇത് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റിലോട്ട് പോവാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിവ് ക്ലാസ്, ഞാൻ പറഞ്ഞു നമുക്ക് ടോട്ടൽ 12 വിട്ട് കിട്ടുന്നത്. ഈ 12 നമുക്ക് എങ്ങനെ വേണോ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. COL LG നമുക്ക് 6 എടുക്കാം. അതാകുമ്പോഴത്തേക്കും 2 എക്സാക്ട് പകുതിയായിട്ട് ഡിവൈഡ് ആവും. ഓക്കെ, അപ്പം ഇവിടെ ഇത് വരണം. അതുപോലെ തന്നെ ഒന്നും കൂടെ നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും 6 അങ്ങനെ 12 ആയി ടോട്ടൽ വിഡ്ത്ത്. ഈ ഒരു റോയിൻ്റെ അകത്ത് ഫുൾ 12 വിഡ്ത്തും ആയി. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു കണ്ടന്റ് എന്തെങ്കിലും എഴുതാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് കണ്ടന്റ് നമുക്ക് H1 ടാഗിൻ്റെ അകത്തൊരു കണ്ടന്റ് എഴുതാം. H1 ടാഗിൻ്റെ അകത്തൊരു കണ്ടന്റ് നമുക്ക് എഴുതാം. ഓക്കെ, അഖിൽ എന്ന് ഞാൻ എഴുതി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കണ്ടന്റ് എഴുതാം. ഓക്കെ, സംഗീതം എന്ന് എഴുതി. ഓക്കെ, അങ്ങനെ 2 കോളം ക്രിയേറ്റ് ചെയ്തു ആ കോളത്തിൻ്റെത്. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം എങ്ങനെയിരിക്കും വെബ് ബ്രൗസറിലെന്നുള്ളത്. ഇപ്പോൾ ഇത് സേവ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ടോട്ടൽ വിഡ്ത്തിൽ നിന്ന് പകുതിയായിട്ട് സ്പ്ലിറ്റായി. ഇനി ഇത് സെൻറ്ററിലോട്ട് സപ്പോസ് നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ, അതായത് ഈ 2 കണ്ടെയ്നറും എല്ലാം സെൻറ്ററിലോട്ട് കൊണ്ടുവരണമെങ്കിൽ വേറൊരു ക്ലാസ് ഉണ്ട്. ഈ ബൂട്ട്സ്ട്രാപ്പിന് തന്നെ പ്രീ ബിൽഡ് ആയിട്ട് ക്ലാസ്സുകളുണ്ട്. ടെക്സ്റ്റ് സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ടെക്സ്റ്റ് സെൻറ്ററിലോട്ട് പോകും. ഓക്കെ, ഇപ്പം കണ്ടോ, ഇത് 2 ടെക്സ്റ്റ് സെൻറ്ററിലായി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതായത് അടുത്ത സീരീസിൽ, ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് വരും. ഈ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ അകത്ത് നമുക്ക് ഇതിനെ സ്റ്റൈലിംഗ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. സ്റ്റൈലിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇതിനെ 2 കളറും പല കളറൊക്കെ നമുക്ക് കൊടുത്തു നോക്കാം. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കമ്പോണൻസിലൊക്കെ തൊടുന്നുമ്പേ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് റോ എന്താണ്, കോളം എന്താണ്, കണ്ടെയ്നർ എന്താണ്, കണ്ടെയ്നർ ഫ്ലൂയിഡ് എന്താണ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിന് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുക. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ബേസിക് തൊട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പം നിങ്ങൾ എന്നോട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തതിൽ നമ്മൾ സ്റ്റൈലിങ്, അതിനുശേഷം നമ്മൾ ഓരോ കമ്പോണൻസ് ആയിട്ട് പഠിക്കും. അതിനുശേഷം ഫുൾ സ്റ്റാക്ക് വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഫുൾ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, നിങ്ങളുടെയൊക്കെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞാൽ. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.